ശബരിമലയിൽ സഹായി വേഷത്തിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ശ്രീകോവിലിലെ സ്വർണ്ണ കട്ടിളപ്പടി വരെ. എന്നിട്ടും പഠിക്കുന്നില്ല. ഇത്തരം അവതാരങ്ങളെ ഇനി പടി കയറ്റാതിരിക്കാനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നീക്കം മാറ്റി മേൽശാന്തിമാർ സ്വന്തം നിലയിൽ കീഴ്ശാന്തിമാരെ കൊണ്ടുവരുന്നത് തുടരാനാണ് നീക്കം. ദേവസ്വം സെക്രട്ടറി എസ് ബിന്ദു വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോറ്റി ഇങ്ങനെ കയറിപ്പറ്റിയാണ് ശബരിമലയെ കച്ചവടമാക്കിയത്. ഇത് ആവർത്തിക്കാതിരിക്കാൻ ബോർഡിന്റെ അമ്പലങ്ങളിൽ നിന്ന് കീഴ്ശാന്തിക്കാരെ നിയോഗിക്കാമെന്നായിരുന്നു പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നിർദ്ദേശം. ഇതാണ് ചവറ്റുകൊട്ടയിലിട്ടത്. വൃശ്ചികം 1 മുതൽ എത്തുന്ന സഹായികളുടെ യോഗ്യതാപത്രങ്ങളും വിശദാംശവും കിട്ടുന്ന മുറയ്ക്ക് സമർപ്പിക്കാമെന്നാണ് സത്യവാങ്മൂലം. ഇവരുടെ യോഗ്യതയും പോലീസ് ക്ലിയറൻസും പരിശോധിക്കേണ്ടത് ദേവസ്വം കമ്മീഷണറാണ്. സ്വർണ്ണക്കൊള്ളയെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ ശാന്തിമാരുടെ നിയമനവും യോഗ്യതാ പരിശോധനയും സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരമാണ് സത്യവാങ്മൂലം. പ്രസിഡന്റിന്റെ നിർദ്ദേശം നടപ്പായാൽ ദേവസ്വത്തിലെ ശാന്തിക്കാരായ അബ്രാഹ്മണരും നിയമിക്കപ്പെടാം. ഇവർ ശ്രീകോവിലിൽ കയറുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ചില മേളാരന്മാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഇത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്നാണ് സൂചന. മേൽശാന്തിമാർ കൊണ്ടുവരുന്നവർക്ക് നേരത്തെ കൃത്യമായ പരിശോധന ഉണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ കയറിപ്പറ്റിയ പരികർമ്മിമാരിൽ പലരും പതിറ്റാണ്ടുകളായി സന്നിധാനത്ത് തുടരുന്നുണ്ട്. മണ്ഡലകാലത്ത് മേൽശാന്തിക്ക് സഹായികളായി 24 പേരെയും മാസപൂജയ്ക്ക് 18 പേരെയും നിയോഗിക്കാം. മാളികപ്പുറം മേൽശാന്തിക്ക് 9 പേരെ നിയോഗിക്കാം. ചടങ്ങുകളിൽ സഹായിക്കലും നിവേദ്യം വെയ്പും വിളക്കും പാത്രങ്ങൾ കഴുകലും ചുമതല. സന്നിധാനത്തെ പൂജകളിൽ ജ്ഞാനമുള്ളവരെ പുതുതായി വരുന്ന മേൽശാന്തിക്ക് നിലനിർത്താം. പുറപ്പെട ശാന്തി ആയതിനാൽ സേവനകാലത്ത് സഹായിയെ വെക്കാം. മാസം 10,000 രൂപ ശമ്പളം. സെക്രട്ടറിയുടെ സത്യവാങ്മൂലത്തെക്കുറിച്ച് അറിയില്ലെന്നും നാളെ ബോർഡ് യോഗമുണ്ടെന്നും പകുതി പേരെങ്കിലും ദേവസ്വത്തിൽ നിന്ന് നിയമിക്കാനായിരുന്നു ആലോചനയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.